നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രിയും CPMന്റെ സ്ഥാപക നേതാക്കളിലൊരാളും കോഴിക്കോടിന്റെ വികസന കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധാലുവുമായിരുന്ന VS അച്യുതാനന്ദന് പി-ടോക്ക് വാർത്താ സംഘത്തിന്റെ അന്ത്യാഞ്ജലി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഖാവ് VS അച്യുതാനന്ദന്റെ വേർപാട് നികത്താനാവാത്ത നഷ്ടമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഒട്ടേറെ പോരാട്ടങ്ങൾ നയിക്കുകയും ത്യാഗോജ്ജലമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ജയിൽവാസം അനുഭവിച്ച് ഭീകര മർദ്ദനമേൽക്കേണ്ടി വരികയും ചെയ്ത നേതാവാണ് അദ്ദേഹമെന്നും മന്ത്രി അനുസ്മരിച്ചു. ആധുനിക കേരളത്തിന്റെ വളർച്ചയോടൊപ്പം മലയാളി മനസ്സിൽ ഇടം നേടിയ പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കേരള രാഷ്ട്രീയത്തിൽ 8 പതിറ്റാണ്ടിലേറെ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വേലിയേറ്റം സൃഷ്ടിച്ച നേതാവായിരുന്നു VS എന്നും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നോർക്ക ടൂറിസത്തിന്റെ പ്രവാസികൾക്കുള്ള സ്വാന്തന പദ്ധതി അദാലത്തിന് ജില്ലയിൽ തുടക്കം. കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത പ്രവാസികളിൽ നിന്ന് പെൺമക്കളുടെ വിവാഹം, ചികിത്സ എന്നിവയ്ക്കും മരണപ്പെട്ട പ്രവാസിയുടെ കുടുംബത്തിനുള്ള ധനസഹായത്തിനുമുള്ള അപേക്ഷകൾ സ്വീകരിച്ചു. കൊയിലാണ്ടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് K സത്യൻ, മുൻ MLA P വിശ്വൻ മാസ്റ്റർ, ലോക കേരള സഭാംഗം PK കബീർ, പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് K സജീവൻ, ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ, ജില്ലാ ട്രഷറർ M സുരേന്ദ്രൻ, ജനതാ പ്രവാസി സെന്റർ സംസ്ഥാന സെക്രട്ടറി രാജൻ കൊളാവിപ്പാലം എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു. മഴയെ അറിഞ്ഞും ചുരത്തിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചും നടന്നു നീങ്ങിയ ചുരം മഴയാത്ര ആവേശമായി. ജൂലൈ 24 മുതൽ 27 വരെ തുഷാരഗിരിയിൽ, ചാലിപ്പുഴയിലും ഇരവഴഞ്ഞിപ്പുഴയിലും നടക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ 11ാം പതിപ്പിന്റെ ഭാഗമായാണ് ചുരം ഗ്രീൻ ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ മഴയാത്ര സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളായ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ലക്കിടിയിൽ ലിൻഡോ ജോസഫ് MLA നിർവഹിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ തസ്തികയുടെ തെരഞ്ഞെടുപ്പിനായി 2025 മെയ് 8 പ്രാബല്യത്തിൽ വന്ന റാങ്ക് പട്ടികയുടെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഉദ്യോഗാർത്ഥിക്ക് നിയമന ശുപാർശ നൽകിയതിനാൽ റാങ്ക് പട്ടിക റദ്ദാക്കിയതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ എക്സൈസ് വകുപ്പിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയുടെ റാങ്ക് പട്ടികയുടെ കാലാവധി 2025 ഏപ്രിൽ 15 പൂർത്തിയായതിനാൽ റാങ്ക് പട്ടിക റദ്ദാക്കിയതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 2024 കാർഷിക മേഖലയിലെ വിവിധ രംഗങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് പുരസ്കാരം നൽകുന്നതിന്റെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിനുള്ള കർഷക ഭാരതി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലെ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുക. അതത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം, ശ്രവ്യമാധ്യമം എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുക. വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ ജൂലൈ 28 വരെ അയക്കാം. നോമിനേഷനുകൾ അയക്കുന്ന കവറിന് പുറത്ത് കർഷക ഭാരതി അവാർഡ് 2024 എന്നും ഏത് വിഭാഗമെന്നും പ്രത്യേകം രേഖപ്പെടുത്തണം. പൊതു അവധിയെ തുടർന്ന് മാറ്റിയ സ്റ്റുഡൻസ് കൗൺസിലർമാരുടെ ഇന്റർവ്യൂ ജൂലൈ 29 ജില്ലാ ട്രൈബൽ ഓഫീസിൽ നടക്കുമെന്ന് ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത +2. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകൾക്കൊപ്പം ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് അസിസ്റ്റന്റും ലഭിക്കും. ഫോൺ 7994449314. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.